വെൽക്കം ബാക്ക് ടു സോംബി ലോകം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇവിടെ വെച്ചായിരുന്നു വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് നമുക്കുള്ള ഗൈസ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കണ്ടോ ഗൈസ്, ഈ സൈഡിൽ കാണുന്ന ടു ഡു ലിസ്റ്റ് ആണ് ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെയുള്ള ഗൈസ് നമുക്ക് ഷോപ്പ് എന്തായാലും ഓപ്പൺ ചെയ്തേക്കാം. അതിനു മുമ്പ് ഗൈസ് ഇവിടെ നമ്മുടെ റോബി വന്നിട്ടുണ്ട്. റോബിനും ഓർമ്മയില്ല ഗൈസ്, ഇവൻ കഴിഞ്ഞാൽ മുന്നത്തെ ദിവസം നമ്മുടെ ഷോപ്പിക്ക് ഓടി വന്നാണ് സോംബികളെ പേടിച്ച്. അപ്പോൾ സോംബികളെ മുഴുവൻ നമ്മൾ കൊന്ന കാരണം ഇവൻ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിൽക്കാണ്ട ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കുള്ള ഗൈസ്, ഇന്ന് നമുക്ക് ഇവനെ പുതിയൊരു പണിക്ക് അയച്ചേക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇവിടെ ഒരു ഗേറ്റ് അൺലോക്ക് ചെയ്തില്ലേ ഗൈസ്. അപ്പൊ നമുക്ക് 3 സ്ഥലം കൂടി അൺലോക്ക് ആയിട്ടുണ്ട്. കണ്ട ഗൈസ്, സോംബി ഹോർഡ്, അതേപോലെ തന്നെ ഹണ്ടിങ് സ്റ്റോർ, പിന്നെ ഒരു ഷോപ്പും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ നമുക്ക് ഹണ്ടിങ് സ്റ്റോറിക്ക് പറഞ്ഞിടാം. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് ബിയർ ട്രാപ്പ്, ബാഗ്, വെപ്പൺ റാക്ക്, അതേപോലെ തന്നെ ബോ, നൈഫ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ഇവനെ ഞാനുള്ള ഗൈസ് ഒരു 10 ബാറ്ററി കൊടുത്ത് ഇവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇവൻ പോയിട്ട് അവിടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും. ഗൈസ് ഇത് ഇവൻ കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ഞാനൊന്ന് അൺപാക്ക് ചെയ്ത് നോക്കട്ടെ. ഗൈസ് നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ക്രോബാർ നമുക്ക് ഇപ്പൊ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഗൈസ് ഇത് ഞാൻ സെല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ തൽക്കാലം എവിടെ വെക്കുക ഗൈസ്? ഓക്കെ, ഇവിടെ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അത് ഞാൻ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ കുറെ ബീർ ബോട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാൻഡേജ് ഇടാനായിട്ട്. ബാൻഡേജ് നമ്മൾ കഴിഞ്ഞ ദിവസം അൺലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ന് വേണം നമുക്ക് സെറ്റ് ആക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെയുള്ള ഗൈസ് ഞാൻ ഐശ്വര്യമായിട്ട് നമ്മുടെ ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ നമ്മുടെ ഷോപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ 4ാമത്തെ ഡേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇത് നമ്മുടെ 4ാമത്തെ ഡേ ആണ്. പിന്നെ കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കണ്ടോ ഗൈസ്, ഇവിടെ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം, നമുക്ക് നമ്മുടെ HP ഒന്ന് കൂട്ടിയേക്കാം. HP കൂട്ടണം. അതേപോലെ തന്നെ നമ്മുടെ ഇൻക്രീസ് മീൽ വെപ്പൺ ഡാമേജ്, ഓക്കെ ഇതും കൂടി ചെയ്തേക്കാം. പിന്നെ നമുക്ക് വേറെ ക്രാഫ്റ്റിംഗിൽ വേറെ സംഭവം വന്നിട്ടുണ്ട്. ഇതെന്താണ് ഗൈസ്? ഓക്കെ, ഇതെന്തോ നൈഫ് എന്നുണ്ട്, ബോണ്ടഗർ. ഓക്കെ, അപ്പൊ ഇതൺലോക്ക് ആണെങ്കിൽ നമുക്ക് ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ ഗൈസ് നമുക്ക് ലാർജ് ബോൺ വേണം. അതെന്തായാലും നടക്കൂല. പിന്നെ നമുക്ക് എയർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് പ്ലാങ്കും മെറ്റൽ സ്ക്രാപ്പും. പ്ലാങ്കും കുറച്ച് സീനാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം പ്ലാങ്ക് നമുക്ക് മേടിച്ചാലാണ് പ്ലാങ്ക് വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ എന്തായാലും തൽക്കാലം ഈ എയർ അൺലോക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് അവൻ ബോ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എയർ എന്തായാലും യൂസ് വരും. പിന്നെ നമുക്ക് ഇവിടെ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് മാക്സിമം വർക്കർ കൗണ്ട്. ഓക്കെ, അപ്പൊ ഇത് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഗൈസ് നമ്മുടെ ഷോപ്പിൽ കുറെ ആൾക്കാരെ ഇനിയും റിക്രൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, പിന്നൊന്നും വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് പിന്നെ വന്നിട്ടുണ്ട്, കണ്ടോ? ഗൈസ് ഇത് ചെയ്യുകയാണെങ്കിൽ 25 മിനിറ്റ് എക്സ്ട്രാ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്ഗ്രേഡ് സെക്ഷൻ ഞാൻ മൊത്തം അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഒരു ബാൻഡേജ് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ബാൻഡേജ് നമുക്ക് ഒരു ബിയർ ബോട്ടിൽ വേണം. ഓക്കെ, ലേസ്കോ ഒരു ബിയർ ബോട്ടിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വോൺ ക്ലോത്ത് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ക്ലോത്തില് ഗൈസ് അത് ഞാൻ അവിടെ കൊണ്ടുവച്ചേ. ഓക്കെ ഗൈസ്, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗൈസ് ഒരു പ്രാവശ്യം ഒന്ന് ബാൻഡേജ് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ലേസ് ഗോ. ബാൻഡേജ് എടുക്കുന്നത് വലിയ ലാഭം നല്ല ഗൈസ്. കാരണം ഒരു ബാൻഡേജിന് $15 കിട്ടുള്ളൂ. ഈ ബീറിന് രണ്ട് ഗൈസ് $15. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഗൈസ് 2 ക്ലോത്ത് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് നഷ്ടക്കച്ചവടാന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് ഒരു ബാൻഡേജ് ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഇത്ര സാധനങ്ങൾ വേണം. പക്ഷെ ഒരു ബാൻഡേജിനുള്ള ഗൈസ് $15 പോലില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ലെസ്കോ, ഞാൻ അങ്ങനെ ബാൻഡേജ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാൻഡേജിന് 15 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ് 3 ബാൻഡേജ് കിട്ടും. ഗൈസ് 3. ഗൈസ് ഇതാരാണ്? ഗൈസ് ഇവൻ നമ്മളോട് ഹെൽപ്പ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവനെ ഞാൻ അങ്ങനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഗൈസ് ഒരു കസ്റ്റമറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബാൻഡേജ് ലേസ്കോ ഇവളങ്ങനെ ഒരു ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഗൈസ് ഈ വില്ലി ബാറ്ററിനെ ഇവള് തന്ന് പറ്റിക്കാൻ നോക്കാണ്. ഇവൾക്ക് നമുക്ക് ഒരു സാധനം കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, ബാൻഡേജ് അവിടെ ഇടറി. ഓക്കെ, ബാൻഡേജ് അവിടെ ഇട്ടിട്ടുണ്ട്. ലേസ്കോ ഇവള് ഗൺ പൗഡർ എടുത്ത് കള്ളി ഇവള് ഗൺ പൗഡർ എടുത്ത് പോവാൻ നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഗൈസ്, അപ്പൊ നമുക്ക് പുതിയൊരു സ്റ്റാഫോട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവനെ നമുക്കുള്ള ഗൈസ് ഇവനെ നമുക്ക് വേറെ എവിടെയെങ്കിലും വിടാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഗൈസ്, ഇവനെ നമുക്ക് ഇവിടെ തന്നെ വിടാം. ഓക്കെ, അങ്ങനെ ഞാൻ ഇവനെ ഇവിടെ വിട്ടിട്ടുണ്ട്. അപ്പൊ ഇവനെങ്കിലും നമുക്ക് കൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ തരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് 2 കസ്റ്റമറോട് വെയിറ്റിംഗ് ആണ്. ഞാൻ ഇവന്മാരൊന്ന് പറഞ്ഞേക്കിട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് ഇപ്പോഴേ ലൈക്ക് അടിക്കാത്ത കൂട്ടാണെങ്കിൽ എന്റെ ലൈക്ക് അടിച്ചേക്കാം. അതേപോലെ സബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബും കൂടി ചെയ്തേക്കാം. സബ് ചെയ്താലും പോരാട്ടെ ഗൈസ്. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ്, ഇവിടെ 3 ബാൻഡേജ് ഉണ്ടായി. അപ്പൊ അതൊന്നും നമുക്ക് എടുത്തേക്കാം. 3 ബാൻഡേജ് ലാഭമാണ് ഗൈസ്. കാരണം നമുക്ക് ഒരു ബീർ ബോട്ടിൽ വെച്ച് 3 ബാൻഡേജ് ഉണ്ടാക്കാൻ പറ്റും. അതെന്തായാലും നല്ല ലാഭമാണ്. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് ഈ ബീർ ഒന്നും വിൽക്കണ്ട, ബീറും ക്ലോത്തും വിൽക്കണ്ട ഗൈസ്. നമുക്ക് ബാൻഡേജ് ഉണ്ടാക്കാം. അതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതുള്ള ഗൈസ് ഇത് മൊത്തം ഞാൻ അവിടെ കൊണ്ടിട്ടെ. നമുക്ക് ക്ലോത്ത് ഭയങ്കര കുറവാണ് ഗൈസ്. നമ്മുടെ റോബിൻ അവിടെ പാക്കേജ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി നമുക്കൊന്ന് കൊണ്ടിട്ടിട്ട് അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഇത് ഞാൻ അവിടെ കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗൈസ് ആയി തന്നെ ഞാൻ ഇവനൊന്ന് പറഞ്ഞേക്കട്ടെ. ഓക്കെ, 15 ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, ചെക്ക് ചെയ്തു. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ ഗൈസ് ഈ പാക്കേജ് അങ്ങനെ തുറക്കാൻ പോണി നമുക്ക് ഇത് കിട്ടും. ഗൈസ് നമുക്ക് റോബാണ് കിട്ടിയത്. ഞാൻ വിചാരിച്ചിട്ടുള്ള ഗൈസ് നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്നതാണ്. പക്ഷെ സീനിലെ ഗൈസ് റോബിന് അത്യാവശ്യം നല്ല പൈസയാണ് കേട്ടോ. ഗൈസ് നമ്മുടെ വൈൻ മേടിച്ചിട്ടുണ്ട്, അതും 50 ബാറ്ററിക്ക്. ഇതാണ് ഗൈസ് 50ന്റെ ബാറ്ററി. ഗൈസ് സോംബി സോംബി സോംബി. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവനെ ഞാൻ സെർച്ച് ചെയ്യട്ടെ ഗൈസ്. ഇവന്റെ ക്ലോത്ത് കിട്ടിയാൽ മതിയായിരുന്നു. ഗൈസ് ബീർ ബോട്ടിലാണ് കിട്ടിയത്. ക്ലോത്ത് ഇല്ല ഗൈസ്, ഇവന്റെ നമുക്ക് ക്ലോത്ത് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇവനെ നമ്മുടെ വേസ്റ്റ് കോയിൽ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ബീർ നമുക്ക് സെല് ചെയ്യണം ഗൈസ്. ഇതിലുണ്ടോ ഇനി ക്ലോത്ത്? ഇല്ല ഗൈസ്, ഇതിലൊന്നും ക്ലോത്ത് ഇല്ല എന്നാണ് തോന്നുന്നത്. ഉണ്ട് ഗൈസ്, ഇതിൽ 2 ക്ലോത്ത് ഉണ്ട്. അപ്പൊ ഇതെന്തായാലും ഞാൻ ഇവിടുന്ന് കൊണ്ടുവരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ബാൻഡേജ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഞാനുള്ള ഗൈസ് നമ്മുടെ കസ്റ്റമേഴ്സിനൊന്ന് ഡീൽ ചെയ്യട്ടെ. കണ്ടോ ഗൈസ്,
ഗൈസ് ബാൻഡേജ് ഒക്കെ ഇപ്പൊ നല്ല രീതിക്ക് പോണുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ നിനക്ക് എന്താണ്? ഓക്കെ മെറ്റൽ സ്ക്രാപ്പ്. ഓക്കെ എടുത്തോളൂ ഗൈസ്. അടുത്ത ചേച്ചി ഗൺ പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൺ പൗഡർ നല്ല പൈസയാണ് ഗൈസ്, അത്യാവശ്യം നല്ല പൈസ കിട്ടും. കണ്ടോ $18 കിട്ടും. സോറി 18 ബാറ്ററി കിട്ടും. ഓക്കെ അപ്പൊ ഇതും കൂടി ഞാനൊന്ന് സെറ്റിൽ ചെയ്യട്ടെ ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ മാനേജ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അലോ സ്റ്റാഫ് ടു വർക്ക് ടു സർവീസ്. ഗൈസ് നമുക്കുണ്ടല്ലോ നമ്മുടെ സ്റ്റാഫുകളെ നമ്മുടെ ചെക്ക്ഔട്ട് കൗണ്ടറിൽ വെക്കാൻ പറ്റും. അപ്പൊ ഇത് ഞാനൊന്ന് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടുള്ള ഗൈസ് നമ്മുടെ റൂബിനെ നമുക്ക് എന്തെങ്കിലും ചെക്ക്ഔട്ട് കൗണ്ടറിൽ വെക്കാം. പിന്നെ വേറെ ഒന്നും വന്നില്ല എന്നാണ് തോന്നുന്നത്. ഗൈസ് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കുള്ള ഗൈസ് ഇത് ചെയ്തേക്കാം. ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റിക്ക് കൂടുതലാണ് പറഞ്ഞേക്കുന്നത്. ഗൈസ് ഇവിടെയൊക്കെ ബീർ ബോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെന്തായാലും ഞാൻ അകത്ത് കൊണ്ട് വെക്കട്ടെ. ഗൈസ് ഒരു സോംബി വരുന്നേ ഇവന്മാരെ കപ്പനെ കൊല്ലണ്ട ഗൈസ്, അല്ലെങ്കിൽ സീനാവും. ഓക്കെ ചാവട. ഓക്കെ ഗൈസ് അവൻ ഞാൻ കൊന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബാറ്റുള്ള ഗൈസ് ഇത് വെച്ച് 2 അടി കൊടുത്താൽ മതി അവന്മാരൊക്കെ ചാവാനായിട്ട്. ഗൈസ് നമ്മുടെ സ്റ്റാഫ് ഒന്നാണ് പറഞ്ഞത്. വേറെ സോംബി വന്നിട്ടുണ്ട് ഗൈസ്. ചാവട. ഓക്കെ ഗൈസ് അവന് ഞാൻ വന്നിട്ടുണ്ട്. ഗൈസ് നമ്മുടെ 2 സ്റ്റാഫ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് ആദ്യം തന്നെ ഇവനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പാക്കേജ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഇവന്റെ നമുക്ക് 2 ബീർ അല്ല ഗൈസ് 1 ബീർ 1 ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് വേഗം തന്നെ നമ്മുടെ പാക്കേജ് ഒന്ന് അൺലോക്ക് ചെയ്യട്ടെ. അതിനുള്ളിൽ നമുക്ക് അമ്പുമില്ലൊക്കെ കിട്ടണമെങ്കിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ ലേസ് ഗോ. ഗൈസ് നമുക്ക് ആമ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ആമ കിട്ടിയിട്ടുണ്ട്. ആമ അത്യാവശ്യം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമ്മുടെ കസ്റ്റമർ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല ഗൈസ്. അപ്പൊ ഇവന്റെ പാക്കേജ് നമുക്ക് എന്താണ് കിട്ടാൻ നോക്കാം. സ്ലീപ്പിംഗ് ബാഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമ്മുടെ ബെഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അത് ഞാൻ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഡബിൾ മാട്രസ്, വുഡ് എംബ്ലാങ്ക്, അതുപോലെ നെയിൽസ് വേണം. ഗൈസ് സോംബി വന്നിട്ടുണ്ട്. സോംബി കൊല്ലല്ലേ. ഗൈസ് നമ്മുടെ കസ്റ്റമറിനെ കൊന്നു കളഞ്ഞു ഗൈസ് ഈ സോംബികള്. അപ്പൊ ഞങ്ങളെ ഗൈസ് നമ്മുടെ ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരുന്ന എല്ലാ സോംബികളും കൊല്ലാം. രാത്രിയാണ് ഗൈസ് സോംബികൾ കൂടുതൽ വരുന്നത്. ഓക്കെ ഗൈസ് അവിടെ എന്തോ വന്നിട്ടുണ്ട്. ഗൈസ് അതെന്തോ മെർഷന്റ് ആണെന്നാണ് തോന്നുന്നത്. കണ്ടോ മുകളിലായിട്ട് എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവന്റെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ നോക്കട്ടെ. ഗൈസ് കണ്ടോ ഗൈസ് ഇവന്റെ കുറെ ഗണ്ണ് സംഭവമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങൾ മേടിക്കേണ്ടത്. ഓക്കെ കണ്ടോ ഗൈസ് AK-47, അതേപോലെ തന്നെ മേക്ക് ഷിഫ്റ്റ് ബോ. അപ്പൊ ഇത് നമുക്ക് മേടിക്കണം ഗൈസ്. ഇത് നമുക്ക് ഇപ്പൊ മേടിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മിനിറ്റ് സോംബി ചാവട. അപ്പൊ ഞാൻ പറഞ്ഞൊന്നുമില്ല ഗൈസ്, ഈ ബോ നമുക്ക് മേടിക്കണ്ട. കാരണം ഉണ്ടല്ലോ നമ്മുടെ ജോലിക്കാർ നമുക്ക് കൊണ്ടുതരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാനിപ്പോ മേടിക്കണില്ല. വേറെ എന്തൊക്കെയാണോ ഉള്ളത് നോക്കട്ടെ. വേറെ നമുക്ക് കുറെ സംഭവമൊക്കെ മേടിക്കാൻ പറ്റും. ആമൊക്കെ മേടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ആമോ മേടിച്ചിട്ട് എന്താണ് ഗൈസ്, ഇപ്പൊ ആമോ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ഇപ്പോ നല്ല ഗണ്ണ് പോലില്ല ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഒന്നും മേടിക്കില്ല. ഞാൻ ഇവനൊന്ന് സെർച്ച് ചെയ്തിട്ട് ഗൈസ് നമുക്ക് ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇതൊക്കെ മതി ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഇവനൊന്നും കൊണ്ട് നമ്മൾ ഡംസ്റ്ററിൽ ഇട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. ഇവനെ ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് പേര് സെർച്ച് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പൊ ഇവന്മാരും കൂടി ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ക്ലോത്ത് ആണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് ഇനി മൊത്തം ബാൻഡേജ് ആക്കാനുള്ളതാണ്. ബാൻഡേജ് ആക്കിയാലും ഗൈസ് കുറെ പൈസ കിട്ടുള്ളൂ. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഇവനും കൂടി നമുക്ക് സെർച്ച് ചെയ്തേക്കാം. ഇവനെ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഗൈസ് നമുക്ക് ടാപ്പ് കിട്ടിയിട്ടുണ്ട്. ടാപ്പ് അതേപോലെ തന്നെ 47 ബാറ്ററി. ലെറ്റ്സ് ഗോ. ഗൈസ് നമുക്ക് ഒരു നൈഫ് കിട്ടിയിട്ടുണ്ട്. നൈഫ് ഇവന്റെ കിട്ടിയതാണ് തോന്നുന്നത്. ഗൈസ് നൈഫ് സെറ്റ് ആണ്. ഇത് റയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ഇത് നമുക്ക് എന്തായാലും ഇത് നമുക്ക് ഇപ്പൊ എവിടെ വെക്കാണ് ഗൈസ്. ഇവിടെ ഒന്നും സ്ഥലമില്ല. നമുക്ക് ഇതിൽ കയറിയാൽ മതിയായിരുന്നു. അപ്പൊ ഈ ബാറ്റ് നമുക്ക് എത്ര $1 വെച്ച് തരും? ഗൈസ് ഞാൻ എല്ലാം ഇവിടെ നിന്ന് അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല ഗൈസ്, ഞാൻ ഇതൊന്നും ഇവിടെ ഒതുക്കി വെക്കട്ടെ. ഓക്കെ ഗൈസ് എല്ലാം ഞാൻ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെയുള്ള ഗൈസ് ഞാൻ ഇവന്മാരൊന്നും കൊണ്ട് നമ്മുടെ വേസ്റ്റിലൊന്നും കൊണ്ടിട്ടെ. എന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ അപ്പൊ അവന്മാരെ മൊത്തം ഞാൻ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ആദ്യം ഈ ക്ലോത്ത് ഒന്ന് സെറ്റ് ആക്കിയേക്കാം. അപ്പൊ എല്ലാ ക്ലോത്തും അതേപോലെ തന്നെ ഇനി കുറച്ചും കൂടി ബീർ ബോട്ടിൽ വേണ്ട ഗൈസ്. ബീർ ബോട്ടിൽ നമുക്ക് ഒരെണ്ണമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഞാൻ അങ്ങനെ ബാൻഡേജ് ക്രാഫ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതൊന്നും പോരാ ഗൈസ്. നമുക്ക് കുറെ അധികം ബാൻഡേജ് വേണം. നമുക്ക് എത്രത്തോളം ബാൻഡേജ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ബാൻഡേജ് ഉണ്ടാക്കിയേക്കാം. കാരണം ഗൈസ് ബാൻഡേജ് നമുക്ക് നല്ല പൈസ കിട്ടും. ഓക്കെ മൂന്നാമത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലേസ് കണ്ടോ ഗൈസ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ലെവൽ അങ്ങനെ കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ലെവൽ ഒന്ന് അപ്പ് ചെയ്യണം. അതിന് മുമ്പ് ഗൈസ് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാൻ പറ്റൂല. നമുക്ക് ഉണ്ടല്ലോ ക്ലോത്ത് വേണം. എന്നാലാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. ഓക്കെ അപ്പൊ ഇനി നമുക്ക് ആം ഉണ്ടാക്കാൻ പറ്റും. ആം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗൺ പൗഡർ മെറ്റൽ സ്ക്രാപ്പ് മതി. ഓക്കെ അപ്പൊ ഞാൻ അതങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആമോക്ക് ഉള്ള ഗൈസ് നല്ല പൈസ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ ബാൻഡേജ് മൊത്തം നമുക്ക് ഷെൽഫിൽ കയറ്റിയേക്കാം. ഓക്കെ വാട എല്ലാ ബാൻഡേജ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഏത് ഷെൽഫിൽ കയറ്റണം ഗൈസ്? ഇവിടെ ഷെൽഫ് മൊത്തം ഫില്ലായിട്ടിരിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ തൽക്കാലം ഇതിൽ മൊത്തം കയറില്ല. അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഇവിടെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. പിന്നെ നമുക്ക് ഗൺ പൗഡർ മെറ്റൽ സ്ക്രാപ്പ് വെച്ചിട്ട് നമുക്ക് ആം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആമോക്കൊക്കെ നല്ല പൈസ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് ഉണ്ടാക്കട്ടെ. ലെറ്റ്സ് ഗൈസ് അങ്ങനെ എല്ലാ സംഭവം ഞാൻ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആം ഉണ്ടാക്കാൻ പോവാണ്. ലെറ്റ്സ് ഗൈസ് അങ്ങനെ ഞാൻ ആം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് 3 ആം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതിൽ 3 ആം ഉണ്ടാക്കട്ടെ ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ആം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ 60 ബുള്ളറ്റ് വരെ ഉണ്ട്. അപ്പൊ ഒരു ബുള്ളറ്റിന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ് $5 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. അങ്ങനെ വെച്ച് കിട്ടുകയാണെങ്കിൽ നല്ല ലാഭമാണ് ഗൈസ്. നല്ല പൈസ കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പൈസ കാണാൻ പറ്റും. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും മാക്സിമം ബുള്ളറ്റ് ഒക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. ഓക്കെ രണ്ടാമത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വണ്ണും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഗൈസ് വീണ്ടും നമുക്ക് ലെവലപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ഏതാണ് നമുക്ക് ക്രാഫ്റ്റ്
ക്രാഫ്റ്റ് ചെയ്യണേ നോക്കട്ടെ ഗൈസ്. ഓക്കെ ആമോ അങ്ങനെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ള ഗൈസ് ഇതൊന്നും ഞാൻ ഇവിടുന്ന് കൊണ്ടുവയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരു ആമോക്ക് എത്ര ഡോളർ വെച്ച് കിട്ടും നോക്കാം. ഓ ഗൈസ് ഒരു ആമോക്ക് $2 വെച്ച് കിട്ടും. ഓക്കെ അപ്പൊ 60ന്റെ ഡബിൾ 120 ബാറ്ററി കിട്ടും. ഗൈസ് ഇത് സെറ്റ് ആണ്. ഓ ഗൈസ് ഇത് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി ആമോ ഉണ്ടാക്കേണ്ടത്. അതിന് മുമ്പ് ഗൈസ് നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സോംബി ഹോർഡുള്ള ഗൈസ് ഞാൻ കാണിച്ചു തന്നത് ഇത് നമുക്ക് ഡിഫീറ്റ് ചെയ്യണം. അതിന് നമുക്ക് നമ്മുടെ സ്റ്റാഫുകൾ ഇവിടെ പറഞ്ഞേക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അതുള്ള ഗൈസ് അത് നമുക്ക് എന്തായാലും നാളെ രാവിലെ ചെയ്യാം. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ 4ാമത്തെ ഡേ അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇന്ന് നമ്മുടെ ടോട്ടൽ ലോസ് -81 ആണ്. പക്ഷെ നമ്മുടെ റവന്യൂ ഉള്ള ഗൈസ് 187 ഉണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല. ഓക്കെ അങ്ങനെ നമ്മൾ ഡേ 5 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നുള്ള ഗൈസ് നമ്മുടെ ഷോപ്പ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ ഗൈസ് ഷോപ്പ് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കണ്ടോ ഗൈസ് നമ്മുടെ സ്റ്റാഫുകളൊക്കെ അവിടെ വെറുതെ നിൽക്കാണ്. അപ്പൊ ഞാൻ ഗൈസ് ഇവന്മാരെ ഞാൻ എന്തായാലും നമ്മുടെ ഈ സോംബികളെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് വിടട്ടെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവനെ വിട്ടേക്കാം. ഓക്കെ ഷോ വേൾഡ് കാണിച്ചിട്ട് ഇവനെ ഞാൻ $25 കൂടെ നമുക്ക് ഇവനെ വിടാം. ഓ ഗൈസ് ഇവരെ ഡിഫീറ്റ് ചെയ്ത് നമുക്ക് ക്രോസ് ബോ കിട്ടുന്നാണ് പറഞ്ഞത്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് ഇവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഇവനെ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ റോബിനും കൂടി നമുക്ക് വിട്ടേക്കാട്ടെ ഗൈസ്. ഓക്കെ ലേസ്കു റോബിനും കൂടി ഞാൻ അങ്ങനെ അസൈൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ലേസ്കു അപ്പൊ നമുക്ക് 2 ക്രോബാർ ഇല്ല അവൻ പോയിട്ടില്ല. എടാ പോടാ. ഓക്കെ ലേസ്കു ജോയിൻ ഫൈറ്റ് അസൈൻ. ഓക്കെ അപ്പൊ നമുക്ക് 2 ക്രോബാർ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഓ ഗൈസ് ഇവന്റെ ഒരു പാക്കേജും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ഗൈസ് നമുക്ക് വുഡൻ സ്പിയർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഗൈസ്. കാരണം നമ്മുടെ ഇപ്പൊ അത്യാവശ്യം ഒരു അടിപൊളി നൈഫാണ് ഇരിക്കണത്. അപ്പൊ ഞാൻ എന്തായാലും ഇത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ മറ്റോന്റെ പെട്ടിയിൽ എന്താ നോക്കട്ടെ ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഇവന്റെ പെട്ടിയിൽ എന്തായിരിക്കും? ഇവന്റെ പെട്ടിയിൽ ഓനോ ഗൈസ് വീണ്ടും നമുക്ക് സ്ലീപ്പിംഗ് ബാഗാണ് കിട്ടിയത്. അപ്പൊ ഇപ്പൊ നമുക്ക് സ്ലീപ്പിംഗ് ബാഗിന്റെ ആവശ്യം ഇല്ല ഗൈസ്. ഇപ്പൊ നമുക്ക് സ്ലീപ്പിംഗ് ബാഗിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് സെല് ചെയ്യാനിട്ടേക്കാം. ഓക്കെ ഗൺ പൗഡർ കിട്ടി ഗൈസ്. ഗൺ പൗഡർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഗൈസ്. ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. മാനേജ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവിടെ ക്ലീനിങ് ഉണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട് മരുന്ന് നിർത്താൻ പറ്റും. പിന്നെ റെഡ്യൂസ് ട്രാവൽ ടൈം. ഓക്കെ നമുക്ക് ഇത് ചെയ്തല്ലോ ഗൈസ്. ഇത് കൊടുത്തേക്കാം. ഓക്കെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്തോ ഇംഗ്ലീഷ് ഓൾ സ്റ്റാഫ് കോമ്പാക്ട് പവർ. ഓക്കെ ഇതും കൂടി ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ. ഓ ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്തേക്കാം. ഈ സെക്യൂരിറ്റി ഗാർഡിന്റെ ഇതങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ് അത് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൻഡേജ് എടുക്കുന്നുണ്ട്. ഇതും കൂടി ഞാനൊന്ന് ഫില്ല് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ അതവിടെ വെച്ചിട്ടുണ്ട്. ഓ ഗൈസ് കണ്ടോ ഗൈസ് നമ്മുടെ കസ്റ്റമേഴ്സ് മൊത്തം ബാൻഡേജ് ആണ് എടുക്കണത്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്നത് നമ്മുടെ ആമോ വേണ്ട ഗൈസ്. ആമോ പക്ഷെ ഇതുവരെ ആരും എടുത്തിട്ടില്ല. എടുത്തെങ്കിൽ സെറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഗൈസ് ഇവിടൊക്കെ എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ട്. അല്ല ഗൈസ് നമുക്ക് കുറച്ച് പ്ലാങ്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ പ്ലാങ്ക് എവിടെ നിന്നാണ് കിട്ടുക ഗൈസ്? ഓ ഗൈസ് നമുക്ക് ഒരു പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്ലാങ്ക് പോരാ ഗൈസ്. നമുക്ക് 2 പ്ലാങ്ക് വേണം ഒരു ഷെൽഫ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്താ ഗൈസ് കുറച്ച് പ്ലാങ്കുകൾ കിട്ടുമോ നോക്കട്ടെ. നമ്മുടെ ബാക്കിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് പ്ലാങ്ക് ഒക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ നോക്കി നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും സ്കാൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാങ്ക് ഒക്കെ സംഭവമൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓ ഗൈസ് ഇവിടെ ബോക്സ് ഉണ്ട്. പക്ഷെ ഇത് എന്നാൽ നമുക്ക് എടുത്താൽ ഗൈസ് നമുക്ക് ഇത് കാർഡ്ബോർഡ് ബോക്സ് ആയി കിട്ടുന്നത്. ഓക്കെ ഗൈസ് അങ്ങനെ കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ലേസ്കോ പിന്നെ ഇവിടെ എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടോ? ഓ ഗൈസ് ഇതിൽ നമുക്ക് പ്ലാൻ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഇതിവിടെ കിടക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതും സെർച്ച് ചെയ്തിട്ട് ഗൈസ് നമുക്കൊരു 5-6 പ്ലാങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് എത്ര കിട്ടും നോക്കാം. ഊനോ ഗൈസ് നമുക്ക് നെയിലാണ് കിട്ടിയത്. ഞാൻ വിചാരിച്ച ഗൈസ് പ്ലാൻ കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് നെയിലാണ് കിട്ടിയത്. കുഴപ്പമില്ല ഗൈസ് കുഴപ്പമില്ല ഗൈസ്. പിന്നെ നമ്മുടെ ഷോപ്പിൽ കസ്റ്റമർ വെയിറ്റ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഊനോ ഗൈസ് അവന്റെ പോയി അടുത്ത ആള് വന്നിട്ടുണ്ട്. ഇവനും കൂടി ഞാനൊന്ന് ഡീൽ ചെയ്യട്ടെ. ഓക്കെ ഗൺ പൗഡർ. അപ്പൊ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗിന് എത്ര വെച്ച് കിട്ടും? സ്ലീപ്പിംഗ് ബാഗിന് 125 ബാറ്ററി വെച്ച് കിട്ടും. ഗൈസ് ഇത് സെറ്റ് ആണ്. അപ്പൊ നമ്മുടെ സ്പിയറിന് എത്ര കിട്ടും? ഒരു മിനിറ്റ് ഗൈസ് സ്പിയറിനെ കൂടി നോക്കട്ടെ. സ്പിയറിന് 10 വെച്ച് കിട്ടുള്ളൂ. ടാപ്പിന് എത്ര കിട്ടും? ടാപ്പിന് 7 വെച്ച് കിട്ടും. ടിന്നഡ് ഫുഡിന് 12 വെച്ച് കിട്ടും. ഓക്കെ ടിന്നഡ് ഫുഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ലേസ് ഓ ഗൈസ് ഒരുത്തൻ ബീർ എടുത്തിട്ടുണ്ട്. ഓ ഗൈസ് ഇവിടെ ആയിട്ട് സോംബി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് നമ്മുടെ നൈഫ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ലേസ് കണ്ടോ ഗൈസ് നൈഫിന്റെ പവർ. ഒറ്റ കുത്തിന് അവന്മാരൊക്കെ ചത്തിട്ടുണ്ട്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നൈഫ് സീനാന്നുള്ളത്. കാരണം ഇത് റയറാണ്. അപ്പൊ നമുക്ക് എന്തായാലും നൈഫ് എന്തായാലും സെല് ചെയ്യണ്ട ഗൈസ്. നൈഫ് എന്തായാലും നമ്മുടെ കൂടെ തന്നെ വെച്ചേക്കാം. ഓക്കെ അടുത്ത കസ്റ്റമർ എല്ലാവർക്കും ബാൻഡേജ് മതി ഗൈസ്. ബാൻഡേജ് മതി. അപ്പൊ നമുക്ക് ബാൻഡേജ് മാക്സിമം ഉണ്ടാക്കണ്ട ഗൈസ്. ബാൻഡേജ് നമുക്ക് ഇനി ഉണ്ടാക്കി മതി. ഓ ഗൈസ് നമ്മുടെ സോംബി ഹോർഡ് ഡിഫീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണം നമ്മുടെ പിള്ളേര്. ലേസ്കോപ്പ് ഇപ്പൊ നമുക്ക് അവൻ ക്രോബാർ ഒക്കെ കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ നോക്കട്ടെ. എവിടെ പിള്ളേരെവിടെ? ഓ ഗൈസ് ദേ റോബി വരുന്നുണ്ട്. ലേസ് ഗോ റോബി വന്നിട്ടുണ്ട്. പക്ഷെ മറ്റോനെ കാണാനില്ല ഗൈസ്. മറ്റോൻ ഡെഡ് ആയോ? ഇല്ല ഗൈസ് ദേ അവന് വന്നിട്ടുണ്ട്. ലേസ് ഗോ ഗൈസ് സോംബി വന്നിട്ടുണ്ട്. സോംബി കസ്റ്റമേഴ്സിന് ഒന്നും ചെയ്യില്ലേ. ലേസ്കോ ഓക്കെ ഗൈസ് അവനെ ഞാൻ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവരൊന്ന് സെർച്ച് ചെയ്യട്ടെ. ഓക്കെ ബീർ കിട്ടിയിട്ടുണ്ട്. ബീർ പോരാ. നോ ഗൈസ് ബീറിലൊന്നും കാര്യമില്ല ഗൈസ്. ബീറൊന്നും ഇനി നമുക്ക് വേണ്ട. ഇനി നമുക്ക് വേണ്ടത് ആം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. ഓക്കെ അപ്പൊ ഇവനെ ഞാൻ അവിടെ കൊണ്ടിട്ടുണ്ട്. അല്ല ഗൈസ് നമ്മുടെ പെട്ടി ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. അതാണ് പെട്ടി വരാത്തത്. ഇനി നമുക്ക് പെട്ടിയിലല്ലേ ക്രോബാർ ഒക്കെ കിട്ടുന്നത്? എനിക്കറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അവന്മാരെന്തായാലും വന്നിട്ടുണ്ട്. ഓക്കെ ബീർ ഓക്കെ ഇവന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗൈസ് അവന്മാരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഗൈസ് ഇവനെ കൊല്ലാണെങ്കിൽ നമുക്ക് ക്രോബാർ കിട്ടുന്നതാണ് എനിക്ക് തോന്നണത്. നമുക്ക് കൊന്നല്ല ഗൈസ് ഇവനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോബാർ കിട്ടും. വേണ്ട ഗൈസ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തായാലും കിട്ടുന്നതാണ് എനിക്ക് തോന്നണത്. ഓ ഇത് നമുക്ക് അൺലോക്ക് ചെയ്യണം. എന്നാലാണ് കിട്ടുള്ളൂ. ഓക്കെ ലേറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് പുതിയൊരു അപ്പാർട്ട്മെന്റ്
ഒന്നല്ല ഗൈസ് 2 അപ്പാർട്ട്മെന്റ്, പിന്നെ നമുക്ക് ഒരു ബ്രിഡ്ജ്. ഓ ഗൈസ് വീണ്ടും നമുക്ക് സോംബികളെ ഡിഫീറ്റ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് വീണ്ടും നമുക്ക് സോംബികളെ ഡിഫീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈപ്പ് ക്രഞ്ച്, ഫയർ ആക്സ് ഒക്കെ കിട്ടും. ഓക്കെ ഗൈസ് നമുക്ക് ആമ കിട്ടും. നമുക്ക് ആമ കിട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് നമ്മുടെ പാക്കേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ് ഞാൻ ഇവനൊന്ന് പറഞ്ഞേക്കട്ടെ. ആ പാക്കേജിലാണ് തോന്നിട്ട ഗൈസ് നമ്മുടെ ക്രോബാർ ഇരിക്കണത്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ആ പാക്കേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവനൊന്ന് പറഞ്ഞയച്ചിട്ട് ഗൈസ് അവന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാക്കേജ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഗൈസ് കണ്ടു ഗൈസ് നമുക്ക് 2 ക്രോബാർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 ക്രോബാർ നമുക്ക് എക്യൂപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് സെല് ചെയ്തേക്കാം. അപ്പൊ ഇതിന് എത്ര ഡോളർ വെച്ച് കിട്ടും? ഗൈസ് കണ്ടു ഇത് നമുക്ക് $200 വെച്ച് കിട്ടും. ഞാൻ എന്തെപ്പോഴും ഡോളർ എന്ന് പറഞ്ഞ ഡോളർ അല്ല ഗൈസ്, ബാറ്ററി 200 ബാറ്ററി. അപ്പൊ അതെന്തായാലും എടുക്കട്ടെ. പിന്നെ ഇവിടെ എയർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ എയർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ റേഡിയോ വെച്ച് നമുക്ക് നമ്മുടെ റൂമിലത്തെ ടേബിൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ലെറ്റ്സ് അപ്പൊ ഇതും കൂടി ഞാൻ അപ്ഗ്രേഡ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ ഗൈസ് നമ്മുടെ ക്രോസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. ഗൈസ് അത് മിസ്സായി. ഫൈനലി ഗൈസ് അവന് ഞാൻ കൊന്നിട്ടുണ്ട്. ഗൈസ് ക്രോസ് സെറ്റ് ആണ് ഗൈസ്, പക്ഷെ ഉന്നം കുറച്ച് പ്രശ്നമാണ്. പക്ഷെ സീനില്ല ഗൈസ് എന്തായാലും സെറ്റ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഗൈസ് ഇവനൊന്നായി സെർച്ച് ചെയ്യട്ടെ. അപ്പൊ ഇവന്റെ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനം തന്നെയാണ് ഗൈസ് കിട്ടിക്കണത്. പേടിക്കണ്ട ചത്തതാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇവന് ഞാൻ കൊണ്ട് ട്രാഷ് ക്യാനിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഗൈസ് ഇത് വേറൊരു സോംബി വരുന്നേ. ലെറ്റ്സ് ഗോ ചാവടാ. ഓക്കെ ഗൈസ് അവന് ഞാൻ കൊന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. കണ്ടു ഗൈസ് ഒറ്റയടിക്കാൻ ഇവന്മാരൊക്കെ ചത്തു പോകുന്നുണ്ട്. അപ്പൊ ആ ബോഡിയൊക്കെ നമുക്ക് പിന്നെ ഒന്ന് സെറ്റ് ആക്കാം. അപ്പൊ ഞാൻ ഇവനൊന്ന് പറഞ്ഞേക്കട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ് ഇവന് ഞാൻ അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പിന്നെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.